ഗൈസ്, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗസ്റ്റ് ആൻഡ് ബെസ്റ്റ് iOS അപ്ഡേറ്റ് ആയിരിക്കും iOS 18 എന്ന് ആപ്പിൾ പ്രേമികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. സാധാരണ ആപ്പിൾ ചെയ്യുന്നതാണ് മറ്റ് കമ്പനീസ് കോപ്പി അടിക്കുക. തികച്ചും വ്യത്യസ്തമായി ഇപ്പൊ ആപ്പിൾ മറ്റ് കമ്പനീസിനെ കോപ്പി അടിക്കുകയാണ് iOS 18 എന്തൊക്കെയാണ് iOS 18 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ? ഒന്നാമത്തെ മാറ്റം, നിങ്ങൾ iOS 18 അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളുടെ ഫോണിനെ ഐഫോൺ എന്നല്ല വിളിക്കേണ്ടത്, ഐഫോൺ എന്നായിരിക്കും വിളിക്കേണ്ടത് എന്നാണ് പറയുന്നത്. യെസ്, 2024 വർഷം. ഈ വർഷം തുടക്കത്തിൽ നമ്മുടെ ടിം അണ്ണൻ അവർ ഇൻവെസ്റ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായി, ഞങ്ങൾ ഒരുപാട് പൈസയും ഒരുപാട് അധ്വാനവും എയിലേക്ക് ഇടുന്നുണ്ടെന്ന്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഫീച്ചേഴ്സ് മോസ്റ്റ് ഓഫ് ദം എക്സ്ക്ലൂസീവ്ലി iPhone 16 Pro Max മോഡലുകൾക്കായിരിക്കും. ഞാൻ ലാസ്റ്റ് iPhone 16 വീഡിയോയിൽ പറഞ്ഞ ഓർമ്മയുണ്ടാവും, ബെറ്റർ ആയിട്ടുള്ള മൈക്രോഫോൺ iPhone 16 സീരീസിൽ വരുന്നുണ്ടെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ബുദ്ധി കൂടിയ സിറി അടിമുടി അവർ മാറ്റി എഴുതിയിരിക്കുകയാണ്. ലാർജ് ലാംഗ്വേജ് മോഡൽ ഉപയോഗിച്ച് സിറിനെ ട്രെയിൻ ചെയ്ത് കുറച്ചുകൂടി ബുദ്ധി കൂട്ടുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സിറി ആയിരുന്നു ഏറ്റവും ആദ്യത്തെ ഫോണിൽ വന്നിരിക്കുന്ന ഒരു അസിസ്റ്റന്റ്. മറുഭാഗത്ത് ഇതേ സിറി തന്നെയാണ് ഏറ്റവും പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു അസിസ്റ്റന്റ്. ഇനി അങ്ങനെയൊന്നും ആയിരിക്കില്ല മോനെ, കളി മാറാൻ പോവാം. യെസ്, സിറിയിൽ ജനറേറ്റീവ് AI ഫീച്ചേഴ്സ് വരാൻ പോവാം. യെസ്, സാംസങ്ങിനെ പോലെ തന്നെ ക്ലൗഡിലും ഫോണിന്റെ അകത്തും വർക്ക് ചെയ്യുന്ന AI ഫീച്ചേഴ്സ് സിറിയിൽ വരും. സിറിയിൽ മാത്രമല്ല, നമ്മുടെ സ്പോട്ട് ലൈറ്റ് സെർച്ച് ഇല്ലേ, എന്തും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സെർച്ച്, അതിനകത്തും AI കയറി വരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് ടൈം നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഐ ഫൗണ്ട് ദിസ് ഓൺ ദ വെബ് എന്ന് പറഞ്ഞ് ഗൂഗിളിലേക്ക് പറഞ്ഞു വിടാതെ സിറി തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. നോക്കാം, ജൂണിൽ എന്തായാലും WWDC വരുമല്ലോ, നോക്കാം. ആപ്പിളിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു നല്ല സാധനം ആപ്പിൾ കാണുവാണെങ്കിൽ ആ നല്ല സാധനത്തിനെ ആപ്പിൾ അങ്ങ് കോപ്പി അടിച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ആപ്പിളിന്റെ സ്വന്തം സാധനമായിട്ട് വിൽക്കും. AIയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ChatGPT. യെസ്, ChatGPT, ആപ്പിൾ GPT. ബൈ ദ വേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാം, ഈ ChatGPTയിൽ GPT എന്താണെന്ന് അറിയാം? GPT എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോർമർ. ആപ്പിൾ ഒരു ദിവസം മില്യൺസ് ഓഫ് ഡോളേഴ്സ് കൊടുത്താണ് ഈ ഒരു കാര്യം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഒരു കാര്യം കേൾക്കുന്നത്, ആപ്പിൾ ഇന്റേണൽ എംപ്ലോയീസ് അവരുടെ ആപ്പിൾ GPT യൂസ് ചെയ്ത് തുടങ്ങിയതാണ്. 2020 ആപ്പിൾ എക്സ്നോർ AI എന്ന് പറഞ്ഞൊരു കമ്പനിയെ പർച്ചേസ് ചെയ്തു. അതായത് ഈ ട്രെയിൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ലാർജ് ലാംഗ്വേജ് മോഡൽ ഉപയോഗിച്ച്, അതിന് 25% കൂടുതൽ വേഗത്തിൽ, അതും കുറവ് റാമിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു സംഗതി അവരുടെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് കുറവ് റാമിൽ ഓടുന്ന ഒരു സാധനമാണല്ലോ അവർക്ക് വേണ്ടത്, ഐഫോൺ. ആപ്പിൾ GPT അഥവാ അജാക്സ് GPT എന്ന് പറയുന്നത് ChatGPTനെക്കാളും ഭയങ്കര പവർഫുൾ ആണെന്ന് പറയുന്നു. ഇനി ആദ്യം പറഞ്ഞ ഒരു സ്പോട്ട് ലൈറ്റ് സെർച്ച് ഇല്ലേ, അഥവാ AI ബേസ്ഡ് സെർച്ച്, അതിനകത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇതേ 2020 ആപ്പിൾ വയലിങ്സ് AI എന്ന് പറഞ്ഞൊരു AI കമ്പനിനെ മേടിച്ചു. വയലിങ്സ് AI ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ AI ആ വീഡിയോ ഇരുന്ന് കണ്ടിട്ട് ആ വീഡിയോയിൽ എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തരും. യെസ്, അത് തന്നെയാണ് ഫോട്ടോസ് ആപ്പിനകത്തേക്കാണ് ഈ AI കയറാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ടൈം iOS 18 നിങ്ങൾ എൻ്റെ ഫ്രണ്ടിനെ പട്ടി ഓടിച്ചിട്ട് ആ ഒരു വീഡിയോ എവിടെയെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ വയലിങ്സ് AI ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഈ ഒരു വീഡിയോ ഏതാണെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തരും. എന്ന് മാത്രമല്ല, എനിക്ക് ഒരു ആന ചായ കുടിക്കുന്ന വീഡിയോ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരാനും ഇതിന് പറ്റും. ബൈ ദ വേ, ഐഫോൺ യൂസേഴ്സ് നിങ്ങൾ ഏത് മ്യൂസിക് ആപ്പാണ് യൂസ് ചെയ്യുന്നത്? സ്പോട്ടിഫൈ, വിങ്ക്, ജിയോ. എനിക്ക് ഐഫോൺ മേടിച്ചും ഫ്രീ ആയിട്ട് 6 മാസം ആപ്പിൾ മ്യൂസിക് കിട്ടിയോണ്ട് ഞാൻ ഇപ്പോഴും ആപ്പിൾ മ്യൂസിക് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആപ്പിൾ മ്യൂസിക്കിനകത്ത് AI ഉപയോഗിച്ച് നിങ്ങൾ കേൾക്കുന്നത് എന്താണോ അതിനനുസരിച്ചുള്ള പാട്ടുകൾ ഓട്ടോമാറ്റിക്കലി റെക്കമെൻഡും പ്ലേ ലിസ്റ്റും ആക്കി തരുന്ന AI പ്ലേ ലിസ്റ്റ് വരുന്നുണ്ട്. റെക്കമെൻഡ് ആയിട്ടുള്ള പാട്ടുകൾ നല്ലപോലെ സ്പോട്ടിഫൈ ഇപ്പോൾ തന്നെ തരുന്നുണ്ട്. സോ അതൊരു നല്ല ഫീച്ചർ ആയിരിക്കും ആപ്പിൾ മ്യൂസിക്കിൽ എന്ന് വെച്ചാൽ. ആപ്പിൾ മ്യൂസിക് സ്പോട്ടിഫൈ പോലെയല്ല, ഒരു ബന്ധമില്ലാത്ത പാട്ടുകളൊക്കെ റെക്കമെൻഡ് ചെയ്ത് തരും. സോ ഇറ്റ് വിൽ ബി ആൻ ഇംപ്രൂവ്മെന്റ്. വീഡിയോ മാത്രമല്ല, ഗാലക്സി AI പോലെ ജനറേറ്റീവ് ഇമേജ് AI വരുന്നുണ്ട്. യെസ്, ഒരു ഇമേജിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുക, ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുക, ഒരു സാധനത്തിന് എറേസ് ചെയ്ത് കളയുക, പുതിയ സാധനത്തിന് ആഡ് ചെയ്യുക എന്ന് മാത്രമല്ല, ഇവരുടെ MGEI എന്ന് പറഞ്ഞൊരു എഞ്ചിൻ, എക്സ്ക്യൂസ് മീ, ഈ കാണുന്ന പിസയില്ലേ കുറച്ചുകൂടി ഹെൽത്തി ആക്കി തരാൻ പറ്റുമോ? ഇതെന്തോ ആണ്, ഫോട്ടോയാണോ? കുറച്ച് ലൈറ്റ് കൂട്ടിയേ, കൊള്ളാം, അടിപൊളി ഫോട്ടോ. പക്ഷെ ആ പുറകിലിരിക്കുന്ന ഒരു ലേഡീനൊന്ന് മാറ്റിത്തരാവും. എക്സ്ക്യൂസ് മീ, ആ ലാപ്ടോപ്പ് കണ്ടില്ല? ആ ലാപ്ടോപ്പിലുള്ള സ്ക്രീൻ കണ്ടില്ല? ആ സ്ക്രീനിലുള്ള വെബ്സൈറ്റ് എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു പച്ച വെബ്സൈറ്റ് കൊണ്ടിട്ട് ഒരു ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഹെൽത്ത് ആപ്പ്, ഐപാഡിലേക്കുള്ള ഹെൽത്ത് ആപ്പിൽ കുറേയധികം കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നിങ്ങളെ കൊണ്ട് എക്സസൈസ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ടൈപ്പ് ഒരു ആണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു. അതിന് ക്വാഡ്സ് എന്തോ ഇന്റേണൽ പേര് വെച്ചിട്ടുണ്ട്. അതായത് എക്സസൈസ് ചെയ്യിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് നല്ല ഭക്ഷണം തീറ്റിക്കുക, നിങ്ങളെ കൊണ്ട് നല്ലപോലെ ഉറക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ് ഈ ഒരു ഹെൽത്ത് ആപ്പിന്റെ പരിപാടി. എന്തിന് ആപ്പിൾ വാച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ വാച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ മൂഡ് വരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇനി AI എന്തായിരിക്കും വരാൻ പോകുന്നത്? എക്സാക്ട്ലി നമ്മുടെ ഐഫോണിൻ്റെ അകത്തുള്ള iMessage വേറെ ഭാഷയിലാണ് അയക്കുന്നതെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഓട്ടോമാറ്റിക്കായിട്ട് iMessage സമ്മറൈസ് ചെയ്ത് തരും, ടെക്സ്റ്റിന് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ള റിപ്ലേസ് തരും. നമ്മൾ ടൈപ്പ് ചെയ്ത് ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ തിരുത്തരും. നിങ്ങൾക്ക് വേണ്ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റും കാര്യങ്ങളെല്ലാം ജനറേറ്റ് ചെയ്ത് തരും. യെസ്, അടുത്ത AI ഫീച്ചറാണ് കീ ഫ്രെയിമർ. നോർമൽ ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്, ഈ ഫോട്ടോ എനിക്കൊന്ന് ആനിമേറ്റ് ചെയ്യണം, ഒരു ജിഫ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ കീ ഫ്രെയിമർ ഉപയോഗിച്ചത് സാധിക്കും. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്ന ഫീച്ചർ അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബട്ട് അത് വന്നു കഴിഞ്ഞാലല്ലോ
ഒരു രക്ഷ ഉണ്ടാവില്ല. ഹക്സ് എന്നാണ് ഇതിൻ്റെ പേര്, ഹ്യൂമൻ ഗോഷ്യൻസ് പ്ലാറ്റ്സ്. ഇതിൻ്റെ പരിപാടി സിമ്പിളാണ്. അതായത് നിങ്ങളിപ്പോൾ നടന്നു പോകുന്ന ഒരു വീഡിയോ എടുക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ട്രെയിനിങ് വീഡിയോ എന്ന് പറയുന്നു. അതിൽ നിന്നും നിങ്ങളുടെ ഒരു അവതാർ ജനറേറ്റ് ചെയ്യുന്നു. യെസ്, നിങ്ങളുടെ ഒരു 3D മോഡൽ. അതിനുശേഷം നിങ്ങൾ വേറൊരു സീൻ കൊണ്ടേ കൊടുക്കുന്നു. ആ ഒരു സീനിലേക്ക് ഈ 3D മോഡൽ തനിയെ ആനിമേറ്റ് ചെയ്ത് അതിനായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഒന്നല്ല, രണ്ടല്ല, 3 പേരൊക്കെ ഉണ്ടെങ്കിൽ 3 പേരും ഈ 3D മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 4മതൊരു സീൻ ഉണ്ടാക്കിയാൽ ഈ 3 പേരെയും ആ 4മത്തെ സീനിലേക്ക് ആഡ് ചെയ്ത് ഒരേപോലെ ഡാൻസ് കളിപ്പിക്കാൻ വരെ പറ്റും. എന്തായാലും ആപ്പിൾ വിഷൻ പ്രോയ്ക്ക് സഹായിക്കുന്ന സാധനമായിട്ട് മാറും ഐഫോൺ എന്ന് സൂചിപ്പിക്കുന്നതിന് വേറൊരു കാര്യം, iOS-ലെ തീംസ് മാറാൻ പോവുകയാണ്. യെസ്, ആപ്പിൾ വിഷൻ പ്രോയിൽ കണ്ടപോലെ വട്ടത്തിലുള്ള ഐക്കൺസ്, ആ ഒരു ഇന്റർഫേസ് എല്ലാം ആയിരിക്കും ഇനി iOS 18 വരാൻ പോകുന്നതെന്ന് പറയുന്നു. പക്ഷേ ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് കൊടുക്കാൻ പോകുന്നത് 16 മോഡൽസ് 15 മോഡൽസിന് മാത്രമല്ല കേട്ടോ. പണ്ടിറങ്ങിയ ഐഫോൺ SE, ഐഫോൺ 10R ഇതിലെല്ലാം iOS 18 അപ്ഡേറ്റ് കിട്ടും. ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചില ഫീച്ചേഴ്സ്, മോസ്റ്റ്ലി AI ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവരുടെ A16 ബയോണിക് പക്ഷേ ചില കാര്യങ്ങൾ AI ഫീച്ചേഴ്സ് എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. കാരണം അവർ A18 ബയോണിക് പുതിയ വരാൻ പോകുന്ന ചിപ്സെറ്റിനകത്ത് ന്യൂറൽ എഞ്ചിൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി ഈ ഒരു ജനറേറ്റീവ് AI ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നു. ആ ഫീച്ചേഴ്സൊക്കെ മേ ബി കിട്ടുന്നത് പ്രോ മോഡൽസിൽ 16 ആയിരിക്കും. അല്ലാതെ അല്ലറ ചില്ലറ അല്ലെങ്കിൽ ഫോണിനകത്തുള്ള ക്ലൗഡ് വഴി ചെയ്യാൻ പറ്റുന്ന AI ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാ ഫോണിലും കിട്ടുമായിരിക്കും. കാത്തിരിക്കാം. സോ ഇതൊക്കെയാണ് iOS 18. അത്രയുള്ള ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.